ഇരുന്നു. അല്ല, അവൾ എഴുന്നേൽക്കാൻ എന്തിനാ നീ വെയിറ്റ് ചെയ്യുന്നത്? അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ച് പോരണം. അങ്ങനെയല്ലായിരുന്നു ആദ്യം. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ? കാർത്തിക് കാര്യം മനസ്സിലാവാതെ ചോദിച്ചു. അതിനും റേയുടെ യാതൊരു പ്രതികരണവും കിട്ടിയില്ല. എന്നാൽ എപ്പോഴത്തെയും പോലെ കാർത്തി അത് വിടാൻ ഒരുക്കമല്ലായിരുന്നു. നീ എന്താ അവൾ ഉണരുന്നത് വരെ കാവലിരിക്കുകയായിരുന്നോ? അതോ നീ നെഞ്ചിൽ കടത്തി താരാട്ടുപാടി ഉറക്കിയതാണോ? ഉണർത്താതെ അവൾ എഴുന്നേൽക്കുന്നതും വരെ നോക്കിയിരിക്കാൻ? കാർത്തി അത് ചോദിച്ചു കഴിഞ്ഞതും റേ അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ കാർത്തിയുടെ കണ്ണുകൾ വികസിച്ചു. ശരിക്കും ശരിക്കും അങ്ങനെയായിരുന്നു? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. അല്ല, റേ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. പിന്നെ? കാർത്തി ആകാംക്ഷയോടെ നോക്കി. അവൾക്കൊരു വലിയ ടെഡിയെ വാങ്ങണം. അവൾക്ക് ഉറങ്ങുമ്പോ അടുത്തുള്ളയാളെ ഇറുക്കി കെട്ടിപ്പിടിക്കുന്ന ശീലമുണ്ട്. ഞാനില്ലാത്തപ്പോ അവൾക്ക് ഉപകാരപ്പെടും. കാർത്തി ചോദിച്ചതിന് റേ ഇപ്രകാരമായിരുന്നു മറുപടി പറഞ്ഞത്. ഒപ്പം ശരവേഗത്തിൽ ഒരു ചെറു പുഞ്ചിരി അവന്റെ മുഖത്ത് മിന്നിമറഞ്ഞു. ആ, അത് ഞാൻ ജോണിനോട് പറയാം. കാർത്തി അതും പറഞ്ഞ് ഫോൺ കയ്യിലെടുത്തു. അപ്പോഴാണ് റേ പറഞ്ഞത് അവൻ വീണ്ടും ഓർത്തെടുത്തത്. അപ്പോ അതാണോ നടന്നത്? ഗാഥ ഇവനെ കെട്ടിപ്പിടിച്ച് കിടന്നതുകൊണ്ടാണോ ഇവൻ ഇത്രയും നേരം എഴുന്നേൽക്കാതെ കിടന്നത്? സ്വാഭാവികമായി ഇവൻ നേരത്തെ എഴുന്നേറ്റ് കാണണം. അപ്പോൾ ഇത്രയും സമയം ഗാഥ ഉണരാതിരിക്കാൻ ഇവൻ അവിടെ തന്നെ കിടന്നെന്നോ? കാർത്തി അത് തന്നെ ആലോചിച്ചു നിന്നു. കാറിന്റെ ഹോൺ കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അതിനാൽ തന്നെ അവൻ ഓടി കാറിൽ കയറി. കാർ ഫെർണാണ്ടസ് മാൻഷനിൽ നിന്നും മുന്നോട്ട് കുതിച്ചു. ഗാഥ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളും കുളിയുമൊക്കെ കഴിഞ്ഞു. നേരെ കിച്ചണിൽ പോയി റേയ്ക്ക് വേണ്ടി എന്തോ തയ്യാറാക്കി. ശേഷം എറണാകുളം പോകാനായി പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറി വന്നു. അവൾക്ക് ഇന്ന് കൂടെ എറണാകുളം പോയാൽ മതി. ഇന്ന് പോയാൽ ഉച്ചയ്ക്ക് തന്നെ തിരിച്ചെത്തും എന്നതിനാലും അവൾ കാർ എടുക്കാതെ ബസ്സിൽ പോകാൻ തയ്യാറായി. അവൾ പെട്ടെന്ന് തന്നെ മാൻഷന്റെ ഗേറ്റ് കടന്ന് വെളിയിലെത്തി. ഇടയ്ക്ക് കാർ ഡ്രൈവർ ഓടി വന്നെങ്കിലും അവൾ കാർ വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു. അന്നത്തെ ദിവസം റേ ഉച്ചയ്ക്ക് ശേഷം ഫെർണാണ്ടസ് മാൻഷനിൽ തിരിച്ചെത്തി. ഗാഥ വീട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൻ തിരിച്ചെത്തിയത്. എന്നാൽ അവൾ വീട്ടിലില്ലെന്നറിഞ്ഞതും അവൻ അല്പം നിരാശയിലായി. അവൾ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കാൻ അയാൾ നിരാശയോടെ തീരുമാനിച്ചു. വീടിനുള്ളിൽ കയറിയതും എന്തോ ഒരു ഉൾപ്രേരണയാൽ റേ നേരെ കിച്ചണിലേക്ക് നടന്നു. അവൻ കിച്ചണിലേക്ക് കടന്നതും അവന്റെ കണ്ണുകൾ നേരെ പോയത് ഫ്രിഡ്ജിലേക്കാണ്. അവൻ അവിടെ എന്തോ പ്രതീക്ഷിച്ചതുപോലെ തോന്നി. അവിടെ ഫ്രിഡ്ജിന്റെ ഡോറിൽ ഓറഞ്ച് നിറത്തിലുള്ള ചതുരാകൃതിയിലുള്ള ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചത് കണ്ടതിലുള്ള സന്തോഷം ആ മുഖത്ത് തെളിഞ്ഞു. അവൻ കൈ നീട്ടി ആ നോട്ടെടുത്ത് അതിലേക്ക് ഉറ്റുനോക്കി.